ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അയ്യപ്പൻകോവിൽ സെൻറ്റ് സ്റ്റീവൻ CSI ഇടവകയുടെ 68ാമത് പള്ളിപ്രതിഷ്ഠാപന പെരുന്നാൾ അതിൽ പങ്കുചേരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഇടയാതിൽ അതിയായ സന്തോഷമുണ്ട്. ഇക്കാര്യത്തിൽ നേരത്തെ പറയുകയും ക്ഷണിക്കുകയും ചെയ്ത ഇത്രയും സ്നേഹമുള്ള വികാരിയച്ഛനോടും സഭയുടെ ചുമതലക്കാരായ കൈക്കാരന്മാരോടും കമ്മിറ്റി അംഗങ്ങളോടും ഡയസിസ് കൗൺസിൽ അംഗങ്ങളോടും പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയത്ത് അറിയിക്കും. നമ്മുടെ മഹാടവിൽ ധാരാളം വിശുദ്ധനായ സ്തേഫാനോസിൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയങ്ങളുണ്ട്. അവിടെയെല്ലാം ഇന്നലെയും ഇന്നുമായും ഇന്നും നാളെയുമായി ഒക്കെ പെരുന്നാളുകൾ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഇടദിവസമാണെങ്കിൽ വളരെ താല്പര്യപ്പെട്ട് കടന്നു വന്നതിനും ഇത് മാറ്റാതെ ഈ സെൻറ്റ് സ്റ്റീവൻസ് ഡേ മാറ്റാതെ നമ്മുടെ സൗകര്യം അനുസരിച്ച് മാറ്റാതെ ഇപ്രകാരം ഗ്രഹണം ചെയ്തതിനും പ്രത്യേകിച്ച് സഭയുടെ ചുമതലക്കാരുടെ പ്രത്യേകമായ നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ ഡയസിസൻ ഓഫീസേഴ്സ് എത്രയും സ്നേഹമുള്ള PC മാത്തിക്കുട്ടിയേച്ചൻ, ഡയസിസൻ ട്രഷാറ്, അതുപോലെ തന്നെ മഹാടവക പാസ്റ്റർ ബോർഡിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സ്നേഹമുള്ള ജോസഫ് മാത്തിയച്ചൻ, മിഷൻ ബോർഡിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന സ്നേഹമുള്ള റോയ് മോനച്ചൻ, അതുപോലെ നമ്മുടെ ഈ ഇടവകയിലെ കത്ര ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്ക് വേർതിരിക്കപ്പെട്ട അത്രയും ബഹുമാനരായ അച്ഛന്മാർ, അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. നമ്മുടെ ജേക്കബ് ആൻ്റണി അച്ഛൻ കേരള ബൈബിൾ സൊസൈറ്റിയുടെ ഓക്സിലറി സെക്രട്ടറിയായിട്ട് വളരെ സുദീർഘമായ സേവനങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. കോട്ടയത്താണ് താമസമെങ്കിലും എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും കൊച്ചമ്മയും കുഞ്ഞുങ്ങളും മറ്റു പ്രോഗ്രാം ഇല്ലാത്തപ്പോൾ മോഹനുള്ള അച്ഛനും ഇവിടെ വരികയും ആരാധനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. നമ്മുടെ ജോസഫ് ലൂക്കോസ് അച്ഛൻ നമ്മുടെ ഈ സഭയുടെ സന്താനം തന്നെയാണ്. ഇവരോടെല്ലാവരോടും ചേർന്ന് നിൽപ്പാനായിട്ട് ദൈവം ഇടയാക്കിയത്. സഭാ ശുശ്രൂഷകരായിട്ട് ഈ സഭയിൽ നിന്നുള്ള പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ പീറ്റർ സാർ ഉൾപ്പെടെ, അതുപോലെ തന്നെ നമ്മുടെ സജു സാറ്, സിജു സാറ്, അങ്ങനെ സ്നേഹമുള്ള ശുശ്രൂഷകർ ഇവിടുന്നുണ്ട്. അതുകൂടാതെ ഇന്ന് ആരാധന സംബന്ധിക്കുന്ന ഡൊമിനിക് ഐസക് സാറ്, മറ്റ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുകയും ഈ പെരുന്നാൾ ശുശ്രൂഷ ഇന്നത്തെ പ്രധാന ആരാധന നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് സ്ഥിരീകരണ ശുശ്രൂഷയും കൂടെ ആകുന്നുവല്ലോ. 22 പേരാണ് പേരുകൾ തന്നിരുന്നത്. 2 പേര് സുഖമില്ലാതെ അന്ന് വരാനായിട്ട് ഇടയായില്ല എന്ന് അറിയിക്കുകയുണ്ടായി. 20 പേരാണ് ഇന്ന് ഉള്ളത്. നിങ്ങളെ എല്ലാവരെയും ഞാനും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ നേരെ താഴെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ എനിക്ക് ശരിക്കും കാണത്തില്ല. അത് ഒരുപക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് സീറ്റ് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്താനായിട്ട് സാധിക്കുമെന്ന് കരുതും. കാരണം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദിവസമാണ്. നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കാണ് എന്നോട് ഉത്തരം പറയാനുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകമായി നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാരെയും ജ്ഞാനമാതാപിതാക്കന്മാരെയും അതോടൊപ്പം തന്നെ അവരെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച, സ്ഥിരീകരണ പാഠങ്ങൾ പഠിപ്പിച്ച എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഈ പെരുന്നാൾ ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഗാന ശുശ്രൂഷയ്ക്ക് നൽകുന്ന അത്രയും സ്നേഹമുള്ള ഗായക സംഘങ്ങൾ, മറ്റ് പ്രിയപ്പെട്ടവരെ എല്ലാം ഈ സമയത്ത് ഓർക്കുന്നു. സ്നേഹമുള്ള നമ്മുടെ കഞ്ചേരിലെ സാറും വന്നിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുകയും ചെയ്യും. അറുപത്തെട്ട് വർഷമായി നമ്മുടെ സഭ ഇവിടെ സ്ഥാപിതമായിട്ട് എന്നാണ് നോട്ടീസ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? 68 വർഷം. 68 വർഷം. ഞാനിന്ന് ഈ ഘോഷയാത്രയുടെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചു, 68 വർഷം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണക്കാക്കുന്നത്, എവിടെ തൊട്ടാണ് 1 തുടങ്ങുന്നത് എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ കുടിയൊഴിപ്പിക്കപ്പെട്ട ആ ഒരു സമയം, അതിന് തൊട്ട് മുമ്പ് ഇവിടെ ആരാധന ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്ഥലം കിട്ടിയത് ഇപ്പോൾ അയ്യപ്പൻകോവിൽ അമ്പലം ഇരിക്കുന്ന അതിൻ്റെ ഭാഗത്തായിരുന്നു. അതിനുശേഷം ഇവിടെ നമുക്ക് നമ്മുടെ ഒരു സഭാവിശ്വാസം നമുക്ക് സ്ഥലം തന്നു, 1.5 ഏക്കർ സ്ഥലം തന്നു. അങ്ങനെ നമ്മളിവിടെ ആരാധന തുടങ്ങി. അതാണ് 68 വർഷം എന്ന് തോന്നുന്നു എന്ന് പറയുണ്ടായി. അയ്യപ്പൻകോവിലിന് വളരെ ചരിത്രമുള്ള ഒരു സ്ഥലമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ വളരെ വലിയൊരു നാഗരികത ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അയ്യപ്പൻകോവിൽ അമ്പലം
ചരിത്ര പ്രസിദ്ധമാണ്. ഇപ്പോൾ അമ്പലമല്ല, അതിന് നേരത്തെ ഇവിടെ ഇരുന്ന് നമ്മളിതിലെ പോകുമ്പോൾ കാണുന്ന ഇപ്പോൾ വെള്ളത്തിനടിയിൽ ആയ ആ അമ്പലം. അപ്പോൾ അതിനു മുമ്പ് ഇവിടെയൊക്കെ നമ്മളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വളരെ വലിയൊരു ജനവാസം ഉണ്ടായിരുന്നതായിട്ട് അതിന് തെളിവുകളൊക്കെയും ഉണ്ട്. എന്നാൽ നമ്മുടെ സഭ ആരംഭിക്കുന്നത് കൃത്യമായിട്ടും പറഞ്ഞാൽ ഈ പ്രദേശങ്ങളിലേക്ക് CSI സഭ വരുന്നതും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സഭകൾ വരുന്നതും ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും ലോകത്തിന് സമ്മാനിച്ച കൊടും പട്ടിണി, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ആ രാജ്യത്ത് ഉണ്ടായ പട്ടിണിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ജനങ്ങൾ കുടിയേറ്റം, ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ കുടിയേറ്റം ആരംഭിച്ചു. കുറേ ആളുകൾ ഇതുപോലെ ഈ മുണ്ടക്കയം തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ ഇങ്ങോട്ട് കുടിയേറി ഇങ്ങോട്ട് വന്നു. കോട്ടയം സടിയിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറ്റമുണ്ടായി. കുറേ ആളുകൾ കുളമാ പ്രദേശത്ത് നിന്ന് കുടിയേറി ഇതിലെ ഇങ്ങോട്ട് വന്നു. അങ്ങനെ കുടിയേറ്റം പുരോഗമിച്ചു. കുടിയേറ്റത്തോടു കൂടിയാണ് സഭകൾ ആരംഭിച്ചത്. കുടിയേറ്റത്തിൻ്റെ സമയത്ത് നമ്മുടെ ഈ സഭയും ഇടുക്കി ഡാം വന്നു, ഇടുക്കി പദ്ധതി വന്നു, ജലവൈദ്യുത പദ്ധതി വന്നു. അതിൻ്റെ ഭാഗമായി ഈ സഭയുൾപ്പെടെ സഭകൾ ഒഴിപ്പിക്കപ്പെട്ടു. കുളമാവ് പ്രദേശങ്ങളിൽ ആ കാലങ്ങളിലുണ്ടായിരുന്ന ഏതാണ്ട് 4ഓളം സഭകൾ വെള്ളത്തിനടിയിലായിപ്പോയി. അവരെല്ലാം വിവിധ സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും ഇപ്പോൾ സഭകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 6ഓളം സഭകൾ CSI സഭകൾ തന്നെ ഉണ്ട്, മറ്റ് സഭകളും ഉണ്ട്, മറ്റ് സമുദായങ്ങളും ഉണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ മാത്തുക്കുട്ടിയച്ഛൻ ഉൾപ്പെടെ ഇവിടുന്ന് കുടിയിറക്കിപ്പെട്ട് പോയ ആൾക്കാരാണ്. പക്ഷേ അച്ഛൻ്റെ സ്ഥലമൊന്നും പോയിട്ടില്ല അതെനിക്ക് തോന്നുന്നു. അവരേക്ക് ആ കാച്ച്മെൻ്റ് ഏരിയയിൽ നിന്ന് അവരെ മാറ്റിയ കൂട്ടത്തിൽ പെടുന്നതാണ്. ഇവിടുന്ന് ധാരാളം ആൾക്കാർ ഞങ്ങളുടെ ചേലച്ചോട് പ്രദേശങ്ങളിൽ ഇവിടുന്ന് കുടിയിറക്കിയിട്ട് അവിടെ വന്നിട്ടുണ്ട്, ക്രിസ്ത്യാനികളല്ല അല്ലാത്ത ആൾക്കാർ. അപ്പോൾ അതൊരു വലിയൊരു ചരിത്രമാണ്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വലിയൊരു ചരിത്രം നമുക്കുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഇവിടെ ആരാധനകൾ തുടങ്ങി. ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ചരിത്രം ഒരുപക്ഷെ എന്നേക്കാൾ പ്രായമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്കറിയാമായിരിക്കും. ഇവിടെ കുടിയൊഴിപ്പിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ ദേവാലയത്തിൻ്റെ ചരിത്രം എന്ന് തുടങ്ങി ഉള്ളത്. എന്നിരുന്നാലും 68 വർഷം നമ്മൾ കൃത്യമായിട്ട് ഓർക്കുകയും അത് ആചരിക്കുകയും ചെയ്യുന്നു. ഉപ്പുതറ നമ്മുടെ ഇടവക സഭ സ്ഥാപിതമായതിനു ശേഷം പിന്നീട് വരുന്ന CSI ഇടവകയാണ് ഈ അയ്യപ്പൻകോവിൽ ഇടവക. അതിനുശേഷമാണ് കട്ടപ്പന വരുന്നത്. അതാണ് അതിൻ്റെ ചരിത്രം. അങ്ങനെ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ സഭകളിങ്ങനെ സ്ഥാപിതമായി വന്നു. ഓരോരോ കാലഘട്ടങ്ങളിൽ ആൾക്കാർ ജീവിക്കാൻ വേണ്ടിയും ചിലർ കൂടുതൽ സൗകര്യപ്രദമായ കൃഷിയിടങ്ങൾ തേടിയും കുറേ കൂടെ മെച്ചപ്പെട്ട ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയും ഈ ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ, നാട്ടിൻ പ്രദേശങ്ങളിൽ നിന്ന് അവരുടെ സ്വന്തം വീടും ഒക്കെയും വിട്ടും ചിലർ വിടാതെയും ഒക്കെയും ഇവിടെ വന്നു താമസം ഉറപ്പിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന സഭാമക്കൾ എല്ലാവരും ചേർന്ന് നമുക്കൊരു സഭ സ്ഥാപിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി തീർന്നു. അത് സ്ഥാപിതമായിട്ട് 68 വർഷമായി. 68 വർഷം ദൈവം ചെയ്ത നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനുമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സ്തുതിയോ ഒരു സ്തോത്രമോ ഒന്നും പണിയാൻ പറ്റത്തില്ല. ധാരാളം സ്തുതി സ്തോത്രങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പാടേണ്ടതായിട്ടുണ്ട്, പറയേണ്ടതായിട്ടുണ്ട്, കായസംഘങ്ങൾ പാടേണ്ടതായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്യണം. ഒരു ഘോഷയാത്ര പോരാ, അല്ലെങ്കിൽ ഒരു റൗണ്ട് പാടി പോരാ. എല്ലാവരും കൂടെ ആർത്ത് പാടി 2ഉം 3ഉം റൗണ്ട് എന്ത് ചെയ്യണം? പാടേണ്ടതാണ്. പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തില്ല, നമ്മൾ അതിനൊന്നും മുതിരുന്നില്ല. അങ്ങനെ നമ്മൾ പോവുകയാണ്. നമ്മൾ സമയം വളരെ വിലപ്പെട്ടതാണെന്ന് കരുതുന്നുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ പള്ളി വന്ന് അങ്ങനെ സമയം ചെലവഴിക്കാൻ നേരമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ എങ്ങോട്ടൊക്കെ ഓടുകയാണ് അല്ലേ? നമ്മെ സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നവനുമായ സർവശക്തനാണ് നമ്മൾ ഇത്രത്തോളം വളർത്തിയ ദൈവത്തെ ഓർക്കാതെ മറക്കാതെ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും വേണ്ട രീതിയിൽ സമയമെടുക്കാതെ നമ്മൾ എങ്ങോട്ടൊക്കെ ഓടുകയാണ്. അത് നമ്മൾ ഒന്ന് നിർത്തി പോകേണ്ട സമയമായി. പ്രത്യേകിച്ച് ഇന്നലെ മുതൽ നോമ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ചാമ്പൽ അല്ലേ? ചാമ്പൽ ബുധൻ നമ്മുടെ പ്രൊട്ടസ്റ്റൻ്റുകാരൊക്കെ സംബന്ധിച്ചിടത്തോളം ചാമ്പൽ ഇന്നലെ ആരംഭിച്ചു. നോമ്പ് ആരംഭം, വലിയ നോമ്പ് എന്ന് നമ്മൾ പറയുന്നു. 50 നോമ്പ് എന്ന് ചിലർ പറയുന്നു. നമ്മൾ എത്ര എണ്ണിയാലും 50 എത്തത്തില്ല. എന്നാലും ഒരു 45 ചില്ലുവാനും കിട്ടും തീർച്ചയായിട്ടും. അത് നല്ലൊരു കാര്യമാണ്. നോമ്പിൽ വേദോസം വായിക്കാനും പ്രാർത്ഥിക്കാനും പ്രത്യേകമായിട്ട് നിങ്ങൾ സമയം എടുക്കണമെന്നും കൂടെ ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കട്ടെ. രാജാക്കന്മാരുടെ പുസ്തകമാണ് നമ്മൾ വായിച്ചത്. അവിടെ സലോമൻ രാജാവ് ആലയപ്രതിഷ്ഠയ്ക്ക് ശേഷം ഉത്സവം 7 7 14 കഴിഞ്ഞ് 15-ാം ദിവസം ആൾക്കാരെ പറഞ്ഞു വിട്ടു, അല്ലെങ്കിൽ സഭയെ പറഞ്ഞു വിട്ടു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു.
അവർ പോയപ്പോൾ വളരെയധികം സന്തോഷത്തോടെ മടങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത്. ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി അവർ കടന്നുപോയി. സഭ അല്ലെങ്കിൽ ഇസ്രായേൽ സഭ കടന്നുപോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ ഉത്സവമായിരുന്നു, ഒന്നാമത്തെ പ്രതിഷ്ഠ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ പെരുന്നാളിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് അതിൽ നിന്ന് പുറത്തു വരേണ്ട സംഗതി എന്ന് പറയാം. അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് പെരുന്നാൾ കഴിഞ്ഞ് നമ്മൾ തിരികെ പോകുമ്പോൾ എന്ത് തോന്നണം? നമുക്കൊരു സന്തോഷം തോന്നണം, നമുക്കൊരു ആനന്ദം തോന്നണം. നിങ്ങൾക്കൊരു സന്തോഷവും ആനന്ദവും തോന്നുന്നില്ലെങ്കിൽ, നിങ്ങളുടെ മുഖത്ത് ഒരു ചിരി ഉണ്ടാകുന്നില്ലെങ്കിൽ, സന്തോഷം ഉണ്ടാകുന്നില്ലെങ്കിൽ, നിങ്ങൾ വന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നു? തിരികെ പോകുന്നു എന്നതിനർത്ഥം. വിശുദ്ധ തിരുവഴുത്ത് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് അതിന് വിധേയപ്പെട്ട് വരുന്ന എല്ലാ ആൾക്കാരും, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്രകാരം വന്ന് ആരാധന കഴിഞ്ഞു പോകുന്ന എല്ലാ മനുഷ്യരും വളരെ സന്തോഷത്തോടെ കടന്നുപോയി എന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കും അല്ലെങ്കിൽ നമുക്കും വളരെ സന്തോഷത്തോടെ ഈ പെരുന്നാൾ കഴിഞ്ഞ് പോകുവാനായിട്ട് ഇടയായി തീരട്ടെ. അല്പസന്തോഷം നമുക്ക് തോന്നും, കാരണം ഇത് കഴിഞ്ഞ് എന്തുണ്ട്? സ്നേഹം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു സന്തോഷം നമുക്ക് തോന്നുമായിരിക്കും. തീർച്ചയായിട്ടും സന്തോഷിക്കേണ്ടത് തന്നെ, അത് ഉത്സവത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതിനകത്ത് ഒട്ടും ഒരു കുറവ് വിചാരിക്കേണ്ട കാര്യമില്ല. വളരെ സന്തോഷത്തോടെ എന്ത് ചെയ്യുക? ഉള്ളത് നമ്മൾ അത് സന്തോഷത്തെ ആഹരിച്ച് ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ കരയേറ്റിക്കൊണ്ട് നമ്മൾ പോകുക. അതും പെരുന്നാളിനൊരു ഭാഗമാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം അവസാന വാക്യം പ്രകാരം വായിക്കുന്നു. 66-ാം വാക്യം: 8-ാം ദിവസം അവൻ ജനത്തെ വിട്ടയച്ചു. അവർ രാജാവിനെ അഭിനന്ദിച്ചു. യഹോവ തൻ്റെ ദാസനായ ദാവീദിനും തൻ്റെ ജനമായ ഇസ്രായേലിനും ചെയ്ത എല്ലാ നന്മയും കുറിച്ച് സന്തോഷവും ആനന്ദവുമുള്ളവരായി തങ്ങളുടെ ഇടങ്ങളിലേക്ക്, കൂടാരങ്ങളിലേക്ക് പോയി. സന്തോഷത്തോടെ ഈ പെരുന്നാൾ 68-ാമത് പ്രതിഷ്ഠാദിന പെരുന്നാൾ കഴിയുമ്പോൾ സന്തോഷത്തോടും ഹൃദയത്തിൽ നിറഞ്ഞ ആനന്ദത്തോടും കടന്നു പോകുവാൻ ദൈവം നമുക്ക് ഇടയാക്കി തീർക്കട്ടെ. ഇത് വിശുദ്ധനായ സ്തെഫാനോസിൻ്റെ നാമത്തിലാണ് ഈ സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. സ്തെഫാനോസ് നമുക്കറിയാം, ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്തെഫാനോസ്. അദ്ദേഹം ഒരു ശിഷ്യനായി തിരഞ്ഞെടുക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഒരു കമ്മിറ്റിക്കാരനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വേണമെങ്കിൽ ഇത് ആധുനികമായ രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവർത്തികൾ 6-7 അധ്യായങ്ങളിലാണ് വിശുദ്ധനായ സ്തെഫാനോസിനെ കുറിച്ച് അല്ലെങ്കിൽ സെൻറ്റ് സ്റ്റീഫനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 6-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ശിഷ്യന്മാർ പെരുകി വന്ന കാലഘട്ടങ്ങളിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളുള്ളതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രശ്നം വേറൊന്നുമായിരുന്നില്ല. എബ്രായ ഭാഷക്കാരും യവന ഭാഷക്കാരും കൂടെ അവരുടെ മേശകളിലുള്ള ആ ശുശ്രൂഷ ആയിട്ട് ബന്ധപ്പെട്ട് അല്പമായ ബുദ്ധിമുട്ടുണ്ടായി. അവർ ആ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെ അടുത്ത് പ്രതിനിധികളെ അയക്കുകയും അപ്പോസ്തലന്മാർ അവരുടെ അടുത്ത് വന്ന് പ്രശ്നം കേട്ടതിന് ശേഷം അവർ പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നങ്ങൾ ശരിയാണ്, പക്ഷേ ഞങ്ങൾ ഇതിനേക്കാൾ അതിശേഷമായൊരു ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് വിട്ട് ഞങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് വരുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾ ദൈവവചന പ്രഘോഷണത്തിൽ ഉറ്റിരിക്കും. നിങ്ങളുടെ ഇടയിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 7 പേരെ തിരഞ്ഞെടുക്കണം. നല്ല ആത്മാവും ജ്ഞാനവുമുള്ള, നല്ല സാക്ഷ്യമുള്ള 7 പേരെ നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കണം. അതിലെ 1-ാമത്തെ ആളായിരുന്നു സ്തെഫാനോസ്. സഭയിലൊരു പ്രശ്നമുണ്ടായപ്പോൾ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ 1-ാം പേരുകാരനായിരുന്നു സ്തെഫാനോസ്, അല്ലെങ്കിൽ സെൻറ്റ് സ്റ്റീഫൻ എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ ഈ സഭ സ്ഥാപിതമായിരിക്കുന്ന വിശുദ്ധൻ്റെ ആ പേരിലാണ്. പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് എൻ്റെ അർത്ഥം. തുറന്ന് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവം നമുക്കറിയാം. അദ്ദേഹം നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു. നല്ല സാക്ഷ്യമുള്ളവൻ, നല്ല ആത്മാവുള്ളവൻ ആയിരുന്നു അദ്ദേഹം. ദൈവവചനം പരന്നു. മേശകളിൽ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലെ ശുശ്രൂഷയായിരുന്നെങ്കിൽ, ഭക്ഷണ വിതരണത്തിലെ ശുശ്രൂഷയായിരുന്നു എങ്കിൽ പോലും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ നല്ല ആത്മാവും ജ്ഞാനവും നല്ല സാക്ഷ്യവുമുള്ള ആൾക്കാരായിരുന്നതുകൊണ്ട് ദൈവവചനം പരന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് മാത്രമല്ല, ദൈവവചനം പരന്നു, ശിഷ്യന്മാരുടെ എണ്ണം തന്നെ പെരുകി, അനേക ആളുകൾ വിശ്വാസത്തിന് അതിരായി തീർന്നു എന്ന് 6-ാമത്തെ 7-ാം വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് വിശുദ്ധനായ സ്തെഫാനോസ്. സ്തെഫാനോസിനെ കുറിച്ച് പറയുന്നത്, സ്തെഫാനോസ് ആ പേരിൻ്റെ അർത്ഥം കിരീടം എന്നാണെന്ന് ഒരു വളരെ പ്രായമുള്ളൊരച്ഛൻ ഒരു പള്ളിക്ക് പേരിടുന്ന സമയത്ത് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. സ്തെഫാനോസ് പറഞ്ഞത് കിരീടം എന്നാണ്. കിരീടമായി ശോഭിക്കുന്ന സ്തെഫാനോസ്.
നമ്മുടെ പള്ളിയും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, നമ്മുടെ ദേവാലയത്തിൽ വരുന്ന ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രത്യേകത എന്ന് പറയുന്നത്, സ്തേഫാനോസ് വളരെ ശക്തമായി ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. അവർ വിശ്വസിച്ച്, അവർ കണക്കാക്കിയിരുന്ന അവരുടെ ന്യായപ്രമാണത്തിന് അനുസരിച്ച്, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് യേശുവാണ് ഈ ക്രിസ്തു എന്ന് വളരെ പ്രാഗൽഭ്യത്തോടെ പറഞ്ഞതിൻ്റെ പരിണതഫലമായി സ്തേഫാനോസിന് കിട്ടിയ സമ്മാനം കല്ലേറായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മൾ ഓർക്കുമായിരിക്കും അത് ശരിയാണോ എന്ന്. അവരുടെ ന്യായപ്രമാണം അനുസരിച്ച് ശരിയാണ്, ഒരുവൻ തന്നെയോ അല്ലെങ്കിൽ വേറെ ആളെയോ ദൈവം എന്ന് പറഞ്ഞാൽ അവനെ കല്ലെറിയാം, കൊല്ലാം. അത് വെച്ച് എന്ത് ചെയ്തു? അവരവനെ കല്ലെറിഞ്ഞു കൊന്നു. കല്ലേറ് കൊള്ളുന്ന സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കി എന്നാണ്, നമ്മൾ ഉയരങ്ങളിലേക്ക് നോക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് അവിടെ കാണും. സ്തേഫാനോസിൻ്റെ മുഖം കണ്ട മറ്റാൾക്കാർ പറഞ്ഞു, അവർക്ക് തോന്നിയത് അതൊരു ദൈവദൂതൻ്റെ മുഖം പോലെ നോക്കി. പ്രയാസത്തിന് നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ കല്ലേറ് കൊള്ളുമ്പോൾ സ്വർഗത്തേക്ക് നോക്കുന്ന ഒരു ദൈവ പൈതലിന് മറ്റുള്ളവർക്ക് അവർ ഫീൽ ചെയ്യുന്നതാണ് അവനൊരു ദൈവദൂതനെ പോലെ തോന്നി എന്ന് അവിടെ രേഖപ്പെടുത്തി. 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കല്ലേറ് കൊണ്ട് അവൻ മരിച്ചു. അല്ല, ഏറ്റവും അവസാനം സംഭവിച്ചിങ്ങനെയാണ്. കല്ലേറ് കൊള്ളുമ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ കർത്താവിനെ കാണുന്നു, അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ കല്ലെറിഞ്ഞവനെ കൊന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ രക്തസാക്ഷി. കല്ലേറ് കൊള്ളുമ്പോൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ യേശുവിൻ്റെ തിരുമുഖം, സ്വർഗത്തിൻ്റെ മഹത്വം ദർശിക്കുന്ന ഒരു ഭക്തൻ, ഒരു വിശുദ്ധൻ, ആ നാമത്തിലാണ് നമ്മുടെ സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. പ്രയാസങ്ങൾ വരുമ്പോൾ, പീഡനങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദൈവത്തിൻ്റെ ഉയരങ്ങളിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ, കർത്താവിനെ സാക്ഷിപ്പാൻ ഈ വിശുദ്ധൻ നമ്മോട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമുക്ക് സ്ഥിരീകരണത്തിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞല്ലോ. കുഞ്ഞുങ്ങളെ കുറച്ചധികം മാറ്റിയിടാം, മക്കളെ പുറകോട്ട് സ്ഥിരം മാറ്റിയിടാവും. ഈ കസേര അങ്ങോട്ട് മതി. ഓക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കസേര അങ്ങോട്ട് നീക്കിട്ടാൽ പിന്നീട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ കാണാൻ വേണ്ടിയാണ്. ഓക്കെ, താങ്ക് യു. ഇന്നെന്നാ മക്കളെ നിങ്ങളുടെ വിശേഷം? ഇന്നെന്നെ വിശേഷം പ്രത്യേകത ഇത് ഇച്ചിരി ഒന്ന് കുറച്ച് ശക്കലൊന്ന് കുറയ്ക്കാവില്ല. ഹോളി ഇച്ചിരി ഒന്ന് കുറയ്ക്കാം, ശക്കലൊന്ന് കുറച്ചാൽ ഇന്നത്തെ പ്രത്യേകത എന്നാ മക്കളെ? സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക. എന്നാ ഉറപ്പിക്കുന്നേ? മിടുക്കി. നിങ്ങളുടെ ബപ്തിസ്മയിൽ സ്നാന സമയത്ത് നിങ്ങളുടെ ജ്ഞാനപിതാക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി എടുത്ത പ്രതിജ്ഞകളും ഉടമ്പടികളും അതെന്താണെന്ന് മനസ്സിലാക്കി അത് സ്വയം നമ്മൾ ഏറ്റെടുക്കുന്ന ദിവസമാണ് അല്ലേ? അതാണ് ഉറപ്പിക്കുന്നത്. ദൈവത്തിലുള്ള ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ത് ചെയ്യുന്നു? നമ്മൾ ഉറപ്പിക്കുകയാണ് അല്ലേ? നമ്മൾ സ്വയമായിട്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു ദിവസമാണ് അല്ലേ? അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിന് ഉത്തരം എന്ത് ചെയ്യണം? നിങ്ങളിങ്ങോട്ട് പറയണം. ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾ ഇങ്ങോട്ട് ഉത്തരം പറയണം. അതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. ഇന്ന് പെരുന്നാളായതുകൊണ്ടാണ് ആദ്യത്തെ ഭാഗം അവർക്ക് വേണ്ടി പറഞ്ഞത്. ഓക്കെ, ബാക്കിയുള്ള സമയം നമുക്കാണ്. സാധാരണ ഒരു ആരാധന എത്ര മണിക്കൂർ എടുക്കും? ഒരു ആരാധന എത്ര മണിക്കൂറുണ്ടെന്ന് അറിയാമോ? CSI ആരാധന ഈ പള്ളിയിൽ 2 മണിക്കൂർ. ഈ സ്ഥിരീകരണ ശുശ്രൂഷയും 2 മണിക്കൂറുണ്ട്. അപ്പോൾ എത്ര മണിക്കൂറായി? 4 മണിക്കൂറായി അല്ലേ? ഘോഷയാത്രയ്ക്ക് നമ്മൾ അരമണിക്കൂർ എടുത്തു. അപ്പോൾ എത്രയായി? 4.5 മണിക്കൂറായി അല്ലേ? മിനിമം 4.5 മണിക്കൂർ എടുക്കും അല്ലേ? ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ താമസിച്ചാൽ എന്ത് ചെയ്യും? വീണ്ടും ഒരു അരമണിക്കൂറൂടെ മുമ്പോട്ട് പോകും. ഇത് 10 പേർക്കുള്ള ഒരു ടൈം ടേബിളാണ്. 20 പേരുണ്ടെങ്കിൽ കുറച്ചുകൂടെ അത്രയും സമയം കൂടും. അപ്പോൾ സമയം നിങ്ങൾ കണക്കാക്കി വെച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
ഇതിന് ശേഷം എന്തുണ്ട്? സ്നേഹം വരുന്നുണ്ടല്ലേ? അതുകൊണ്ട് വിശന്ന് എന്ത് ചെയ്യേണ്ട പോകേണ്ട വരെയില്ല. അതുകൊണ്ട് സന്തോഷത്തോടെ നിങ്ങൾക്ക് ഇരിക്കാം. വയറാന്ന് വെച്ച് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണോ പോകുന്നത്? ആണോ? കാപ്പി കുടിക്കാതെ വന്ന ആരെങ്കിലും ഉണ്ടോ? നോമ്പായതുകൊണ്ട് ഉപവാസത്തോടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലേ? ആരാ ഉപവാസം? എത്ര മണി വരെ ഉപവാസം എടുക്കാം? ഉപവാസത്തോടെയാണോ വന്നേക്കുന്ന ചോദ്യം? എത്ര മണി വരെ എടുക്കും? അപ്പോൾ ആ കൊച്ചിനെ കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ആ കൊച്ച് വൈകുന്നേരം 5 മണി വരെ എന്ത് ചെയ്യും? പഞ്ഞു വരിക്കാനും ധാരാളമായിട്ട് വന്നിരിക്കും. ബാക്കിയുള്ളവരുടെ കാര്യമേ ഒക്കുള്ളൂ അല്ലേ? അഥവാ എന്തെങ്കിലും തലകറക്കുമോ ബോധക്കിടക്കോ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? കൈ ചെറുതായിട്ട് പൊക്കണം. ഇവിടെ കമ്മിറ്റിക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ നിങ്ങളെ നോക്കിയിരിപ്പുണ്ട്. നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്ന് തരാനോ കുടിക്കാൻ കൊണ്ടുവന്ന് തരാനോ അവർ റെഡിയാണ് കേട്ടോ. ആ കാര്യത്തിലും പേടിക്കണം. ചോദ്യം ചോദിച്ചാൽ എന്ത് ചെയ്യണം? ചോദ്യം ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഉത്തരം പറയണം അല്ലേ? ഉത്തരം പറയാതിരുന്നാൽ ഞാൻ എന്നാ വിചാരിക്കും? നിങ്ങൾക്കൊന്നും അറിയത്തില്ലെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലെന്ന്. ആരാക്കറി ഇവരെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതല്ലേ? ഇവരുടെ മാതാപിതാക്കൾ ആരാണോ? ഇവരെ സണ്ടക്കൂൾ ആരാ പഠിപ്പിച്ച്? ഇവരുടെ പള്ളിയിൽ അച്ഛനാരാ? ഉപദേശിയാരാ? വെറുതെ ആൾക്കാരെന്ത് ചെയ്യുക? അങ്ങോട്ട് വിട്ടേക്കുക എന്ന് വിചാരിക്കും. ആര്? നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരം പറഞ്ഞേക്കണം കേട്ടോ. തെറ്റാണേലും ശരിയാണേലും എന്ത് ചെയ്തേക്കുക? ഉത്തരം അങ്ങ് പറഞ്ഞേക്കാം. ഒരു കുഴപ്പമില്ല. തെറ്റും ശരിയൊക്കെ പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് തീരുമാനിക്കാം. ഓക്കെ. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്നൊരു കൈവയ്ക്കേ. ദൈവത്തെ സ്നേഹിക്കുന്നൊരു കൈവയ്ക്കേ. ഓക്കെ. എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നു അല്ലേ? ഓക്കെ. ഇന്ന് ഭഗവാനുള്ള അച്ഛൻ സുവിശേഷം വായിച്ചല്ലേ? ഏതച്ഛനാണ് സുവിശേഷം വായിച്ചേ? പേരറിയത്തില്ല. ഇച്ചിരി വണ്ണവും പൊക്കമുള്ളൊരു അച്ഛനാണ് അല്ലേ? ഓക്കെ. ഓക്കെ. സുവിശേഷം ഏത് ഭാഗമായിരുന്നു? അയ്യോ, 1 പത്രോസ് സുവിശേഷമാണോ? യോഹന്നാൻ. അപ്പോൾ ആദ്യം പറഞ്ഞ് തെറ്റിപ്പോയതാണ്. ഓക്കെ. യോഹന്നാൻ എത്ര? വേണ്ട. എന്നതാ വായിച്ചേ? ഓക്കെ. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-15. ടക്കെന്ന് വായിക്കണം. ആദ്യം എടുത്തിട്ട് ആദ്യം വായിക്കാം. അയ്യോ, സമയം പിന്നെയും പോകും കേട്ടോ. 3 മണിയെങ്കിലും ആവും. ഓക്കെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-15 വായിച്ചു. മതി. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങളൊന്ന് പറഞ്ഞേ. ഇവരോടാട്ടോ ചോദ്യം. ഇവർ മാത്രം പറഞ്ഞാൽ മതിയേ. പ്രായമുള്ളവരൊന്നും പറയേണ്ട കാര്യമില്ല. കൊയറും എന്ത് ചെയ്യേണ്ട കാര്യം ആരുമില്ല. ഭഗവാനോട് അച്ഛന്മാർ ഉപദേശിച്ചാൽ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? പറയരുത്. വില തെറ്റും പറഞ്ഞെങ്കിലല്ലേ നിങ്ങൾ പറയുന്നത് തെറ്റിപ്പോവും അല്ലേ? ഓക്കെ. ഒന്നുകൂടെ വായിച്ചേ. പറഞ്ഞേ. കാണാതെ പറഞ്ഞേ. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങളത് കുറച്ച് മുമ്പ് എന്നാ പറഞ്ഞത്? നിങ്ങളെന്നാ ചെയ്യുന്നുണ്ട്? ദൈവത്തെ സ്നേഹിക്കുന്നു അല്ലേ? ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൽപ്പനകളെ കാത്തുകൊള്ളണം അല്ലേ? കൽപ്പന എത്രയുണ്ട്? 10 കൽപ്പന അറിയാവോ നിങ്ങൾക്ക്? ഓക്കെ. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും. കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ ഞങ്ങൾക്കിന്ന് ഞങ്ങളുടെ സഭയുടെ 68-ാമത് പ്രതിഷ്ഠാദിന പെരുന്നാൾ കൊണ്ടാടുവാനും സ്ത്രീകരണ ശുശ്രൂഷയ്ക്കായിട്ട് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഇടയാക്കിയിരിക്കാനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കണം കർത്താവെ. ഞങ്ങൾ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് അങ്ങയുടെ തിരുവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. വിശുദ്ധ ബപ്തിസ്മയിലൂടെ അങ്ങയുടെ നിത്യരാജ അവകാശികളായി തീർന്ന അങ്ങയുടെ മക്കളായി തീർന്ന ഈ മക്കൾ അവരവരുടെ തുറന്നുള്ള ജീവിതത്തിൽ അവർ ചില നിശ്ചയം ചെയ്യുവാനായി ഇവിടെ കടന്നു വന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് വളരെ ബോധ്യമുള്ളവരായി, കൽപ്പനകളെക്കുറിച്ച്, പ്രമാണങ്ങളെക്കുറിച്ച്, വചനത്തെക്കുറിച്ച് ഏറെ നിശ്ചയമുള്ളവരായി കടന്നു പോകുവാൻ, പ്രതിഷ്ഠയോടെ കടന്നു പോകുവാൻ, സമർപ്പണത്തോടെ കടന്നു പോകാൻ സഹായിക്കണം. മഹത്വം മാത്രം എടുക്കണമേ. യേശുനാഥിൽ പ്രാർത്ഥിക്കുന്നത് അവിടെ കേൾക്കണമേ. ആമേൻ. ഓക്കെ. 10 കൽപ്പനയും അറിയാവുന്നവരൊന്ന് കേൾപ്പിക്കേ. 10 കൽപ്പനയും അറിയാവുന്നവർ. ഓക്കെ.
കൈ താത്തിട്ടോ. 9 എണ്ണം അറിയാവുന്ന കൈവയ്ക്ക്. 9, 8, 7, 6, 5, 4, 3 കൽപ്പന അറിയാവുന്ന കൈവയ്ക്ക്. 3എങ്കിലും അറിയാവുന്നവരെ. ഒരാൾക്ക് 3 കൽപ്പന അറിയാം. ഓക്കെ. 2 എണ്ണം അറിയാവുന്ന കൈവയ്ക്ക്. 2. 1 കൽപ്പന അറിയാവുന്ന കൈവയ്ക്ക്. കൈ പൊക്കിയതാണോ അതോ? ഓക്കെ. 1 കൽപ്പന അറിയത്തില്ലാതെ കൈ വെക്കാമോ? ഓക്കെ. അപ്പോൾ നിങ്ങൾ 10 കൽപ്പന അറിയാവുന്നവരുണ്ട്, കുറച്ച് കൽപ്പന കുറവ് അറിയാവുന്നവരുണ്ട്. ഓക്കെ. മുമ്പേ നമ്മളെന്നാ ഇവിടെ പറഞ്ഞതെന്നാ വാക്യം എന്നാ? നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളു. എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളു. ഇവിടെ ഇന്ന് ആരാധന തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ആരാണ് ഇതിപ്പോൾ എൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് അല്ലേ? ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം അല്ലേ? ചുരുക്കം പറഞ്ഞിട്ട് എന്നാ പറഞ്ഞു? നമ്മൾ സാധാരണഗതിയിൽ അത് പറയുന്നത് 10 കൽപ്പനയോ അതിൻ്റെ ചുരുക്കവുമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആരാധനകളിൽ വായിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിശുദ്ധ സന്ദർഭമുള്ള ആരാധനകളിൽ CSI പള്ളികളിൽ എന്ത് വായിക്കുന്നു? ആരാധനയുടെ ആദ്യ ഭാഗത്ത് തന്നെ എന്താ വായിക്കുന്നത്? 10 കൽപ്പനകളോ അതിൻ്റെ ചുരുക്കമോ. ഇന്ന് ഏതാ വായിച്ചേ? ആണോ? ഉറപ്പാണോ? ഇന്ന് ഏതാ വായിച്ചേ? ഏതാ മക്കളെ വായിച്ചേ? ആൺകുട്ടികൾ പറഞ്ഞേ. ഇന്ന് ഏതാ ഇവിടെ വായിച്ചേ? ഞാൻ പറഞ്ഞു വിശുദ്ധ സംസർഗ ആരാധനയിൽ CSI പള്ളികളിൽ ആദ്യ ഭാഗത്ത് തന്നെ എന്ത് വായിക്കും? 10 കൽപ്പനയോ അതിൻ്റെ ചുരുക്കമോ വായിക്കും. ഇന്ന് ഇവിടെ എന്താണ് വായിച്ചത്? ആൺകുട്ടികൾ പറഞ്ഞാൽ മതി. ഉറക്കം പറയണേ, ചെവി ഭയങ്കര കേൾവിക്കുറവാണ്. അതെ, ധൈര്യമായിട്ട് പറഞ്ഞു. അല്ല, അത് ചുരുക്കമാണോ 10 വായിച്ചോന്ന് ചോദിച്ചു. ഏതാ വായിച്ചത്? ചുരുക്കം വായിച്ചു അല്ലേ? എന്തായിരുന്നു ചുരുക്കം? നമ്മുടെ കർത്താവായ യേശു മിശിഹാ അരുളി ചെയ്ത പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെ ചുരുക്കം. ഇസ്രായേലേ എന്നാ ചെയ്യണം? കേൾക്കാം. ഇസ്രായേലേ കേൾക്കാം എന്നാ പറഞ്ഞു തന്നിട്ട്. ഇത് 3 കഴിഞ്ഞ് 3:30 കഴിയും കേട്ടോ. ഇതാണ് നമുക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം. ആർക്ക്? വേറെയുള്ള പള്ളിക്കാർക്കല്ല, CSIക്കാർക്ക് പറ്റിയിരിക്കുന്ന വലിയ കുഴപ്പം. നമ്മൾ എന്നാ പറയുന്നത്, എന്നാ ചിന്തിക്കുന്നത്, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. ഇപ്പം മനസ്സിലായല്ലോ നമ്മുടെ ആരാധനയുടെ കുഴപ്പം. ആരാധനയുടെ കുഴപ്പമല്ല, ലിറ്ററേച്ചറുടെ കുഴപ്പവുമല്ല. എല്ലാവർക്കും ഭയങ്കര ഫ്രീ സർവീസാണ് ഇഷ്ടമെന്നാണ്. പൊത്തം വേണ്ട ഒന്നും വേണ്ട, എന്ത് ചെയ്യുന്നു? ഭയങ്കരമായിട്ട് പാടുക. പക്ഷേ ഇവിടെ വളരെ ക്രമീകൃതമായി വളരെ ചിട്ടപ്പെടുത്തിയ ഒരു ആരാധന ക്രമം നമുക്കുണ്ട്. ലിറ്റർജി എന്ന് അതിന് പറയുന്നു അല്ലേ? അത് പുല്ലുവില. ഇതാണ് പുല്ലുവില എന്ന് പറയുന്നത്. എന്താണ്? നമ്മളിവിടെ വന്ന് പറഞ്ഞത് തന്നെ, ചെയ്തത് തന്നെ. പോവുകയാണ് പള്ളി കഴിഞ്ഞ്. അനുഗ്രഹം വേണമെന്ന് പറഞ്ഞു വല്ല നടക്കുമോ? നടക്കുമോ? ഇല്ല അല്ലേ? കൽപ്പന ചുരുക്കി പറഞ്ഞല്ലേ? എത്രയാക്കി പറഞ്ഞു കർത്താവ്? കൽപ്പന 2 പറഞ്ഞു അല്ലേ? ഏതാത്? ഓക്കെ, നിങ്ങളത് പഠിച്ചിരിക്കും. ദൈവത്തോടുള്ള മുറിയും കൂട്ടുകാരനുള്ള മുറിയും. അത് ഏതാ പറഞ്ഞേ? 10 അറിയത്തില്ല, ഏതും അറിയത്തില്ല, 2 അറിയത്തില്ല. എന്താണ് ഉറപ്പിക്കാൻ പോണേ? അവിടെയാണ് കുഴപ്പം അല്ലേ? നമ്മൾ ഏതാണ്ടൊക്കെ മനസ്സിലാക്കാതെയും വരികയാണ് അല്ലേ? ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടില്ലാതെ വരികയാണ് ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ശരിയാണ്, പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, നിങ്ങൾക്ക് ഉത്തരം പറയാൻ അറിയത്തില്ല. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാ കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ്. ഒരുപക്ഷെ എൻ്റെ ചോദ്യത്തിൻ്റെ കുഴപ്പമായിരിക്കും കേട്ടോ. നിങ്ങൾ പഠിച്ചതൊക്കെയാണ്, പക്ഷേ നിങ്ങളെ പഠിപ്പിച്ചതുമാണ്. പക്ഷേ ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യത്തില്ല, നമുക്ക് അറിയത്തില്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതെന്ത് വായിക്കോട്ടെ. പറഞ്ഞ പ്രകാരമാണ് ഗായക സംഘക്കാർ അതിന് മറുപടി പറഞ്ഞു. എന്നായിരുന്നു മറുപടി? എന്നാ ഗായക സംഘക്കാർ മറുപടി പറഞ്ഞേ? നിങ്ങൾക്ക് പറയാം.
കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി, ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വണക്കണമേ. ഏതാ ചുരുക്കി പറഞ്ഞു ഏതാ കൽപ്പന? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാവുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത് അതിനോട് സമം, അതായത് നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു, അല്ലേ? ഇതിനേക്കാൾ വലിയൊരു കൽപ്പന ഇല്ല. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, കർത്താവേ, ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വണക്കണമേ. ഹൃദയങ്ങളെ വണക്കുക എന്ന് പറഞ്ഞാൽ കാക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുകയാണ്. കൽപ്പന അനുസരിപ്പാൻ എന്ത് ചെയ്യണം? ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, ചെയ്യുന്നില്ലേ? അത് എല്ലാ CSIക്കാരനും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. അത് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആരാധന മുമ്പോട്ട് പോകുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, ഏതാണ്ട് മനസ്സിലായോ? കൽപ്പന, എൻ്റെ അഭിപ്രായം, എല്ലാ ഒന്നാം ഞായറാഴ്ചകളിലെങ്കിലും എന്ത് ചെയ്യണം? അച്ഛന്മാർ കൽപ്പന മുഴുവൻ വായിക്കണമെന്ന് എൻ്റെ പക്ഷം. കാരണം ആൾക്കാരെല്ലാം എന്ത് ചെയ്യുന്നു, കൽപ്പന ഒന്നും അറിയത്തില്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. കൽപ്പന അറിയത്തില്ല പോവുകയാണ്. അച്ഛന്മാർ അടുത്ത അച്ഛന്മാരുടെ മീറ്റിംഗ് പറയണമെന്ന് പറഞ്ഞാൽ ഇരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, പലയിടത്തും അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. കൽപ്പന അറിയത്തില്ലാത്ത ജനം, ദൈവപ്രമാണം അറിയത്തില്ലാത്ത ജനമായിട്ട് CSIക്കാർ മാറിയിരിക്കുന്നു. കാരണം അതിനൊരു അവസരവുമില്ല. വേദോസം വായന പണ്ടേ നിന്നുപോയി, അതില്ല. പിന്നെ കൽപ്പന വായിക്കാൻ അറിയത്തില്ല, കാരണം അത് നമുക്ക് ഒന്നാം ദിനം പുസ്തകങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്യുന്നത് നമ്മൾ ആയുസിൽ എന്ത് ചെയ്യില്ല, ജീവൻ വായ എന്ത് ചെയ്തില്ല, അത് കൊണ്ടുവരത്തില്ല. കൊണ്ടുവന്നാലോ ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ഞാനുൾപ്പെടെ ബിഷപ്പുമാരെന്ത് ചെയ്തില്ല, അത് വായിക്കത്തില്ല. 10 കൽപ്പന എന്ത് ചെയ്തില്ല, വായിക്കത്തുമില്ല. അവർക്ക് കേൾക്കാനുള്ള അവസരമാണ് നമ്മൾ നഷ്ടപ്പെടുന്നതെന്ന് ഓർത്തോണം. അത് പണ്ട് തൊട്ടുള്ളൊരു ചിന്തയാണ്. അതിനെ ഒന്ന് മറികടക്കാൻ വേണ്ടി ബഹുമാനമുള്ള ജേക്കബ് ആന്റണി അച്ഛൻ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അച്ഛനെ 10 കൽപ്പന എല്ലാം കൂടെ എന്ത് ചെയ്തു, ഒരു കാർഡയിൽ എഴുതി എല്ലാവർക്കും കൊടുത്തു. ആരുടെങ്കിലും വീട്ടിലുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചിലപ്പം ഭിത്തിയിലേക്ക് തൂക്കിയിട്ടുണ്ടായിരിക്കും. 10 കൽപ്പന ഭിത്തിയെ തൂക്കി കാണുന്നുണ്ട് യാതൊരു കാര്യവുമില്ല. എന്ത് ചെയ്യണം? അതെന്ത് ചെയ്യണം? അത് ഹൃദയത്തിൽ വരണമെന്നാണ് പ്രമാണം പറയുന്നത്. ഭിത്തിയെ തൂക്കിയിട്ടൊരു കാര്യമില്ല. അത് വായിച്ച് വായിച്ച് പഠിച്ച് നമ്മുടെ ഹൃദയത്തിൽ ആക്കണം. ഞാൻ പറഞ്ഞത്, നമ്മളൊന്നും അറിയത്തില്ലാത്ത ആൾക്കാരായിട്ട് നമ്മൾ മാറി. ഏതുമായി ബന്ധപ്പെട്ട്? തിരുവചനവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും അറിയത്തില്ല ആൾക്കാരായിട്ട് മാറിയത് കൊണ്ട് അങ്ങനെ വരുന്നല്ലേ. നിങ്ങളങ്ങനെ ആകരുത് കേട്ടോ. നിങ്ങൾ പ്രത്യേക ആൾക്കാരാണ്. നിങ്ങൾ 20 പേര് വളരെ പ്രത്യേകമായിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളതുകൊണ്ട് എന്ത് ചെയ്യണം? കൽപ്പന പഠിക്കാത്തവരെന്ത് ചെയ്യണം? കൽപ്പന 1, 2, 3 എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? പഠിച്ചോണം, അല്ലേ? കൽപ്പന അറിയത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര പ്രശ്നം, അല്ലേ? രണ്ടാമത്തെ കൽപ്പന എന്നാ? അത് ഒന്നാമത്തെ കൽപ്പന തന്നെ വരുന്നതാണ്. രണ്ടാമത് ഏതായിരിക്കും? രണ്ടാമത് ഒന്നാമത്തെ കൽപ്പനയുടെ വിശദീകരണമാണ് വിഗ്രഹം എന്ന് പറയുന്നത്, അല്ലേ? ഞാനല്ലാതെ അന്യദൈവങ്ങൾക്ക് ഉണ്ടാകരുത്. യഹോവയാകുന്ന ദൈവം ഞാൻ നിൻ്റെ ദൈവമാകും, ഞാനല്ലാതെ അന്യദൈവങ്ങൾക്ക് ഉണ്ടാകരുത്. അതിനെക്കുറിച്ച് പറയുന്നതാണ്. വിഗ്രഹം ഉണ്ടാക്കരുത്, അതുണ്ടാക്കരുത്, ഇതുണ്ടാക്കരുത്, ഒന്നിനെ നമസ്കരിക്കുന്നു പറയുന്നതാണ്. പിന്നെ രണ്ടാമത്തെ, നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, അതാണോ? ഓക്കെ, ഞാൻ കൽപ്പനയെക്കുറിച്ച് പറയട്ടെ. ഒന്നാമത്തെ കൽപ്പന തന്നെ എടുക്കാം. ഒന്നാമത്തെ കൽപ്പന നമ്മൾക്ക് അറിയത്തില്ല, നമ്മൾ എന്നാ ചെയ്യും? ഒരു സങ്കല്പം പറഞ്ഞേ. ഒന്നാമത്തെ കൽപ്പന അറിയത്തില്ല, നമ്മൾ എന്നാ ചെയ്യും? എന്നാ ചെയ്യും പറഞ്ഞേ? ഒന്നാമത്തെ കൽപ്പന ഏതാ? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഉണ്ടാകരുത്. ആ കൽപ്പന നമുക്ക് അറിയത്തില്ല, നമ്മൾ എന്നാ ചെയ്യും? പറയുന്നേ. കേട്ടില്ല? അതല്ല, ഒന്നാമത്തെ കൽപ്പന അറിയത്തില്ല. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കാണുന്ന ദൈവത്തെ എല്ലാം എന്ത് ചെയ്യും? ആരാധിക്കും. മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഉണ്ടാകരുതെന്ന കൽപ്പന, അതാണ് കൽപ്പന. CSIക്കാരനെ അനുസരിക്കേണ്ട കൽപ്പന ഏതാണ്? ക്രിസ്ത്യാനികളെ അനുസരിക്കേണ്ട കൽപ്പന ഏതാണ്? വേറെ ഒരു ദൈവത്തെയും നമസ്കരിക്കരുത്, അതാണ് കൽപ്പന. അതറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനി എന്നാ ചെയ്യും? കാണുന്ന എല്ലാ ദൈവത്തെയും ആരാധിക്കും, അല്ലേ? അവിടെ ഒരു ദൈവമായിരിക്കും, അങ്ങോട്ട് പോയി ആരാധിക്കും. ഇവിടെ ദൈവം ഇങ്ങോട്ട് വരിക്കാൻ, അല്ലെ ആരെങ്കിലും ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ഇതും കൂടെ അവിടെ കൊണ്ടുപോയിട്ടോ എന്ന് പറയും, അല്ലേ? അതെല്ലാം ആരാധന ഭാഗമാണ്. പക്ഷേ അതങ്ങനെ ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരെ മാത്രം ആരാധിക്കാവുള്ളൂ? യഹോവയാകുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കൂ. സർവശക്തനായ ദൈവത്തെ മാത്രം ആരാധിക്കണം. അത് നമ്മൾ പഠിച്ചിരിക്കണം.
അങ്ങനെ പഠിച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ വേറെ ഒരു ദൈവത്തെ എന്ത് ചെയ്തില്ല? ആരാധിക്കുക. എത്ര ദൈവങ്ങൾ വന്നാലും എന്ത് ചെയ്യത്തില്ല? ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുക. ഓക്കെ, അപ്പനെയമ്മയെ ബഹുമാനിക്കാതെ കൽപ്പനയുണ്ടല്ലേ? അതറിയത്തില്ലേ നമ്മൾ എന്നെ ചെയ്യും? അപ്പൻ്റെ വഴി നോക്ക്, ഞാൻ എൻ്റെ വഴി നോക്കിയാൽ അല്ലേ? അതിന് അനുസരണമാണോ അതോ ബഹുമാനമാണോ? ഏതായിരിക്കും? ബഹുമാനമാണോ? ബഹുമാനമല്ല, നിങ്ങൾക്കറിയാം അല്ലേ? പക്ഷേ നമ്മൾക്കറിയാതെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ടല്ലേ? അപ്പം പറഞ്ഞാൽ കേൾക്കില്ല, അമ്മ പറഞ്ഞാലും കേൾക്കത്തില്ല അല്ലേ? പക്ഷേ വചനം എന്നാ പറയുന്നത്? കൽപ്പന എന്നാ പറയുന്നത്? അപ്പനെയും അമ്മയും ബഹുമാനയും അല്ലേ? ഓക്കെ. മോഷ്ടിക്കരുന്ന കൽപ്പന. മോഷ്ടിക്കരുന്ന കൽപ്പന പഠിച്ചാൽ എന്ത് ചെയ്യണം? മോഷ്ടിക്കാതിരിക്കണം അല്ലേ? അപ്പം ആ കൽപ്പന പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ നാട് നീളെ നടന്ന് മോഷ്ടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചില ആൾക്കാരൊക്കെ എവിടെ കിടക്കുന്നു? മോഷണത്തിന് ജയിലിൽ പോയി കിടക്കുന്നത് അല്ലേ? അങ്ങനെ ധാരാളം കൽപ്പനകൾ. ആ കൽപ്പനകൾ മുഴുവൻ എന്ത് ചെയ്യുന്നു? അത് അനുസരിക്കുകയാണ്. കൽപ്പനകൾ എന്തിനു വേണ്ടിയുള്ളതാണ്? കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടിയുള്ളതാണ്. കൽപ്പനകൾ ദൈവമക്കൾക്ക് അനുസരിക്കാൻ വേണ്ടിയുള്ളതാണ്. 10 കൽപ്പനകൾ ദൈവമക്കൾക്ക് അനുസരിക്കാൻ വേണ്ടി ഉള്ളതാണ്. മനസ്സിലായല്ലോ? അതനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം. നിങ്ങൾ അല്പം മുമ്പ് പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നാ പറഞ്ഞതിൻ്റെ ഉത്തരം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്ത് ചെയ്യും? കൽപ്പനയെ കാത്തുകൊള്ളും. കൽപ്പനയെ കാക്കണം എന്ത് ചെയ്യണം? കൽപ്പന കാക്കണം എന്ത് ചെയ്യണം? കൽപ്പന അനുസരിക്കണം എന്ത് ചെയ്യണം? പിള്ളേരെ നിങ്ങൾ കൂടുതൽ പേര് പഠിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ മാർക്ക് എത്രയായിരിക്കും എന്ന് അറിയാമോ? എത്രയായിരിക്കും? വലിയൊരു 0, 0 അതുകൊണ്ട് ചോദ്യം എപ്പോൾ ചോദിച്ചാലും എന്ത് ചെയ്യണം? അതിന് ഉത്തരം പറഞ്ഞോണം. പഠിച്ചേ പോകാവൂ. പഠിച്ചിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഉത്തരം പറയണം. ഇല്ലെങ്കിൽ അവർ വിചാരിക്കും നിങ്ങളെക്കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് വിചാരിക്കും അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നിങ്ങൾക്ക് ഒരിടത്തും ഉത്തരം പറയാൻ പറ്റത്തില്ല എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അറിയാനാണ് പഠിക്കുന്നത്. അറിയുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയത്തില്ലാത്ത കാര്യം എന്ത് ചെയ്യത്തില്ല? ഒരു പരീക്ഷകനും ചോദിക്കത്തില്ല. അതുകൊണ്ട് ഓർത്തോണം, ചോദ്യം ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഉത്തരം പറയണം. ഇന്നൊക്കെ ഒരു പക്ഷേ നെഗറ്റീവ് മാർക്കെന്ന് പറയുന്നത് കാണാം. നെഗറ്റീവ് മാർക്ക് മേടിക്കാൻ വേണ്ടി അല്ല നിങ്ങൾ പോകേണ്ടത്. പിന്നെയോ പോസിറ്റീവ് മാർക്ക് മേടിക്കാൻ തന്നെയാണ് പോകേണ്ടത്. പോവുക, ബെറ്ററായിട്ട് പഠിച്ചു പോവുക. ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? ഉത്തരം പറയുക. ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? ഉത്തരം, ശരിയായുള്ള ഉത്തരം എഴുതുക. അത് നിർബന്ധമാണ്. ഇവിടെ മാത്രമല്ല എവിടെയും. അത് നിങ്ങൾ മറന്നു പോകരുത് എന്ന് ഓർപ്പിക്കട്ടെ. ഒരുപക്ഷെ നിങ്ങളോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഉത്തരമെല്ലാം പറഞ്ഞിപ്പിച്ചിട്ടേ നിങ്ങൾക്ക് സ്ഥിരീകരണം തരുവുള്ളൂ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഈ 68 കഴിഞ്ഞ് പിന്നെ 70 കഴിഞ്ഞ് 75 വന്നാലേ എന്ത് ചെയ്തുള്ളൂ? ഒരുപക്ഷെ നിങ്ങൾക്ക് സ്ഥിരീകരണം തരാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ ഈ ബിഷപ്പും മാറി വേറെ ബിഷപ്പായിരിക്കും വരുന്നത് അല്ലേ? കൽപ്പന 2 പറഞ്ഞു. 2 പറഞ്ഞ കൽപ്പനയ്ക്ക് എന്താ? അതൊന്ന് പറയാൻ പറ്റുമോ? 2 പറഞ്ഞ കൽപ്പന, ചുരുക്കി പറഞ്ഞ കൽപ്പന, അത് ചുരുക്കി പറഞ്ഞിട്ട് അവസാനം കൺക്ലൂഷൻ പറഞ്ഞാൽ മതി. കർത്താവ് പറഞ്ഞു ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ കൽപ്പന മുഴുവനായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, ഈ 2 കൽപ്പന മുഴുവനായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്തുമാത്രം പഠിക്കണം ആയിരിക്കും? ഇതിനകത്ത് എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് അറിയണം അല്ലേ? ഈ 2 കൽപ്പനകളിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് പറഞ്ഞേ? പറഞ്ഞു. ഈ 2 കൽപ്പന എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? സകല ന്യായപ്രമാണവും പിന്നെ പ്രവാചകന്മാർ അടങ്ങിയിട്ടുണ്ട്. ന്യായപ്രമാണം ഏതാ? പറഞ്ഞേ തിരുമേനി. അതൊന്നും ഞങ്ങളെ പഠിപ്പിച്ചില്ല. മറ പറഞ്ഞു, 2 മറയുണ്ടെന്ന് പറഞ്ഞു. സക്രമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞു. വിശ്വാസപ്രമാണം എത്രയെന്ന് ചോദിച്ചാൽ അത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. കൽപ്പന എത്രയെന്ന് ചോദിച്ചാൽ അത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ പറയാം. അതിനപ്പുറമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തില്ല, ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല അല്ലേ? ഓക്കെ, അത് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിനെ ബേസ് ചെയ്താണ് ബാക്കിയുള്ള ചോദ്യങ്ങൾ മുഴുവനും. ഓക്കെ, ന്യായപ്രമാണം ഏതാ? കേട്ടിട്ടുണ്ടോ? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. സൺഡേ സ്കൂൾ അധ്യാപകർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾ നിങ്ങൾ എന്നാ പഠിപ്പിക്കുന്നു, കുഞ്ഞുങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു എന്ന് വിചാരിച്ചോളുക.
വേദപുസ്തകത്തിൽ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പിള്ളേരെ പഠിപ്പിക്കുന്നില്ല. ഒരുപക്ഷെ സൺഡേ സ്കൂൾ പുസ്തകത്തിൽ ഇല്ലായിരിക്കും, പണ്ടത്തെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഇല്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിൽ അനേക കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാതെ പോകുന്നു. കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നതിൻ്റെ അകത്ത് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, അറിയേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പറഞ്ഞു കൊടുക്കുന്നില്ല. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാ? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, അതാണ് ന്യായപ്രമാണ പുസ്തകങ്ങൾ. മോശയുടെ പുസ്തകങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇസ്രായേൽ മക്കളുടെ ബൈബിൾ എന്ന് പറയും, അല്ലെങ്കിൽ തോറ എന്ന് പറയും. ബൈബിൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, അത്രയും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന 2 കൽപ്പനകളിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ആരാ അടങ്ങിയിട്ടുണ്ട്? പ്രവാചകന്മാർ. 2-3 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞേ. പറഞ്ഞേ, ആരാ? പറഞ്ഞു, ഉറക്കെ പറയട്ടെ. മോൻ പറയുമ്പോൾ ഈ ഫാനിങ്ങനെ കാറ്റ് അടിയിലേക്ക് കൊണ്ടുപോകാം. അതാണ് ഇച്ചിരി ശക്തിക്ക് പറഞ്ഞാൽ. പറഞ്ഞു. യെശയ്യാവ് ആണോ? ഓക്കെ. പിന്നെ നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിപ്പിച്ചാൽ ആൾക്കാർ ഏറ്റുപോകും. യെശയ്യാവ്, യെരമ്യാ, ഹോശേയ, യോവേൽ, ആമോസ്, അല്ലേ? എസെക്കിയേൽ, ദാനിയേൽ, എന്തുമാത്രം പ്രവാചകന്മാർ ഇഷ്ടം പോലെ, അല്ലേ? അപ്പോൾ മോശയുടെ 5 പുസ്തകങ്ങളും പ്രവാചക പുസ്തകങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 2 പ്രമാണത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ. ഈ 2 പ്രമാണത്തിൻ്റെ പൊരുൾ അറിയണമെങ്കിൽ നമ്മൾ എന്തെല്ലാം വായിച്ച് മനസ്സിലാക്കണം? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകങ്ങളും പ്രവാചക പുസ്തകങ്ങളും കൂടെ വായിച്ച് മനസ്സിലാക്കണം. എന്ന് വായിച്ച് തീരും അതെല്ലാം കൂടെ? എന്ന് വായിച്ച് തീരും? അപ്പോൾ ഈ പൊരുൾ മനസ്സിലാക്കിയിട്ട് വരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വയസ്സാകും? സാധാരണ 14 വയസ്സാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു പ്രായം, അല്ലേ? ഓക്കെ. നമ്മൾ എത്ര വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരീകരണം കിട്ടും? ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് വരുമ്പോൾ ആണെങ്കിൽ കുറഞ്ഞൊരു 56 വയസ്സ് ആവുമല്ലേ? ഓക്കെ. ഞാനത് വളരെ രസകരമായിട്ട് പറഞ്ഞുവെങ്കിലും എൻ്റെ സീരിയസ്നെസ്സിന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? നിങ്ങൾ വേദവസം വായിക്കണം. ഇന്ന് വേദവസം വായിച്ചിരുന്ന കൈപ്പക്കിക്ക് ഇന്ന് പള്ളിയിൽ വരുന്നതിന് മുമ്പ് വേദവസം വായിച്ചു തരും. 1, 2, 3. ഓക്കെ. എല്ലാ ദിവസവും വേദവസം വായിക്കുന്നവരെ കപ്പിക്ക് മുടങ്ങാതെ വേദവസം വായിക്കുന്നവർ എല്ലാ ദിവസവും. ഓക്കെ. 5 പേരുണ്ട്. ഈ കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാരെന്ന് കൈപ്പക്കിക്ക് മാതാപിതാക്കന്മാർ, കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ, ഈ സ്ത്രീകളുടെ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ വന്നിട്ടുള്ളവർ. ഓക്കെ. കൈതാത്തിട്ടോ. ജ്ഞാനമാതാപിതാക്കന്മാർ. ഓക്കെ. ഒരാളുടെ 2 പേരുടെ കൈ കാണുന്നുണ്ട്, 3 പേരുടെ കൈ കാണുന്നുണ്ട്. പ്രൈസിലോ കൈതാത്തിട്ടോ. മുറ്റത്താരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൈവക്കിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ബാക്കിയുള്ളവരെല്ലാം മുറ്റത്തായിരിക്കും എന്ന് കരുതുന്നു കേട്ടോ. 20 കുട്ടികൾക്ക് എത്ര ജ്ഞാനമാതാപിതാക്കന്മാർ വേണം? നോർമൽ കേസിൽ എത്ര ജ്ഞാനമാതാപിതാക്കന്മാർ വേണം? നിങ്ങൾക്ക് ജ്ഞാനമാതാപിതാക്കന്മാരുണ്ടോ? ഉണ്ട്, അല്ലേ? എത്ര പേരുണ്ടായിരുന്നു? നിങ്ങളെങ്ങനെ ഇവിടെ വന്നതെന്നറിയാമോ? കാറിന് ജീപ്പിനെ വന്നതല്ല ചോദിച്ച്, നടന്നു വന്നതല്ല. എങ്ങനെയാണ് നിങ്ങളിവിടെ വന്നേ ഇന്ന്? അറിയാവോ? ആര് പറഞ്ഞിട്ടാ വന്നേ? ആര് പറഞ്ഞിട്ടാണ് നിങ്ങളിവിടെ വന്നേ? തിരുമേനി ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നു, അല്ലേ? ഓക്കെ. ഞാൻ പറയാം. ഞാൻ മുമ്പേ പറഞ്ഞില്ല, സാധാരണ ഇതിൽ നമ്മുടെ സ്ത്രീയാനത്തിൽ ചേർക്കാനുള്ള പ്രായം എന്ന് പറഞ്ഞ് 14 വയസ്സാണ്, അല്ലേ? ചിലർ 12 വയസ്സാകുമ്പോഴേ എൻ്റെ കൊച്ചിനെ സ്ത്രീയാനത്തിൽ ഇരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരാറുണ്ട്. ഓക്കെ. 14 വയസ്സാണ് നമ്മൾ സാധാരണ നമ്മുടെ ഡയസിസിൽ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ഒരു പ്രായം. ഇന്നേക്ക് 14 വർഷം മുമ്പ് നിങ്ങൾ തീരെ കുഞ്ഞായിരുന്നു.
കുഞ്ഞായിരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളെ ഇവിടെ ഞാനിപ്പോൾ നമ്മുടെ ഈ ദേവാലയമായതുകൊണ്ട് ദേവാലയത്തിൽ നിന്ന് പറയുകയാണ്, ഒരുപക്ഷെ പലരും പല ആലയങ്ങളിലായിരിക്കും സ്നാനപ്പെട്ടിട്ടുള്ളത്. കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ട അവരെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ മാതാപിതാക്കന്മാരും കൂടെ എന്ത് ചെയ്തു? ഇവിടെ ദേവാലയത്തിൽ കൊണ്ടുവന്നു. ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ അവിടെ പ്രധാന വാതിലിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വെച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? സ്നാനപ്പെടുന്നത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളെ സ്നാനപ്പെടുത്തി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു? സ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് വിശുദ്ധ ബപ്തിസ്മ നൽകുന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അന്നത്തെ അച്ഛൻ എന്ത് ചെയ്തു? നിങ്ങളുടെ തലയിൽ വെള്ളം കോരി വെച്ചല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? ഇവൻ ഇന്നു മുതൽ അവൻ്റെ ജീവിതാവസാനം വരെ ഒരു നാളും ക്രിസ്തുവിനെ ഏറ്റു പറഞ്ഞ് ലജ്ജിക്കരുത്, നാണിക്കരുത് എന്ന് അടയാളമായിട്ട് എന്ത് ചെയ്തു? നിങ്ങളുടെ നെറ്റിയിൽ ഒരു കുരിശൊക്കെ വരച്ച് എന്ത് ചെയ്തു? നിങ്ങളെ ദൈവവൈതലാക്കി തീർത്തു. നിങ്ങൾ അതുവരെ ആരായിരുന്നു? നിങ്ങളൊരു സാധാരണ മനുഷ്യക്കുഞ്ഞായിരുന്നു എങ്കിൽ അന്നു മുതൽ നിങ്ങൾ ആരായി തീർന്നു? അന്നു മുതൽ നിങ്ങളൊരു ദൈവവൈതലായിട്ട് തീർന്നു. ഉടനെ എന്നിട്ട് അതിനുശേഷം ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ നിങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നു, നിങ്ങളെന്ത് ചെയ്തു? കയ്യിൽ മേടിച്ചു, ആ കർത്തൃമേശ കൊണ്ടുവന്ന് വെച്ചു മുട്ടിച്ചു, പ്രാർത്ഥിച്ചു അല്ലേ. ദൈവമേ, ഈ പൈതൽ ഇവളെന്നും അങ്ങേക്കുള്ളവളായിട്ടിരിക്കണമേ എന്നും പറഞ്ഞ് ഇവനെ അതിനുവേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? നിങ്ങളെ തിരിച്ച് നിങ്ങളുടെ പേരൻസിൻ്റെ കൈ കൊണ്ടുവന്നു. പേരൻസിൻ്റെ കൈ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അവിടെ പേരൻസുണ്ട്, പപ്പായും മമ്മിയും ഉണ്ട്, അതോടൊപ്പം തന്നെ ഡാഡിയും മമ്മിയും ഉണ്ട്, അവരുടെ കൂട്ടത്തിൽ ജ്ഞാനബാധകന്മാരുണ്ട് അല്ലേ. അവരും കൂടെ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കൊച്ചിനെ എന്ത് ചെയ്യാണ്? ഈ കൊച്ചിനെ ഞങ്ങൾ തന്നുവിടുകയാണ് അല്ലേ. കൊച്ചിനെ ഇവിടെ എന്ത് ചെയ്തു? സമർപ്പിച്ചു, ദൈവപൈതലായിട്ട് സമർപ്പിച്ചു. ഈ കൊച്ചിനെ വളർത്താൻ വേണ്ടി എന്ത് ചെയ്യാണ്? നിങ്ങളെ കൈ തന്നുവിടുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ കൊച്ചിനെ ഏറ്റവും നല്ല പൈതലായിട്ട് എന്ത് ചെയ്യണം? കൊച്ചിനെ വളർത്തണം കേട്ടോ. നിങ്ങളും ഇനിയും കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ജ്ഞാനമാതാക്കന്മാരായിട്ടൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഓർത്തോണം നമ്മളെടുത്ത പ്രതിജ്ഞകൾ. അവരോട് പറഞ്ഞു, ഈ കൊച്ചിനെ ഏറ്റവും നല്ല പൈതലായിട്ട് എന്ത് ചെയ്യണം? വളർത്തിക്കൊള്ളണം. അതിന് പറഞ്ഞിരിക്കുന്ന പദം ഇപ്രകാരമാണ്: ഈ പൈതൽ സുഹൃത്തോടെ വളർത്തപ്പെടേണ്ടതിന് കരുതിക്കൊള്ളണം. ഈ കുഞ്ഞ് വളരാതെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകും. ഈ കൊച്ച് എന്ത് ചെയ്യരുത്? ഒരു മോശമായ പാതയിൽ എന്ത് ചെയ്യരുത്? ഈ കൊച്ചു പോകരുത്. നിങ്ങളുടെ പ്രവർത്തനം മൂലം, നിങ്ങളുടെ സംസാരം മൂലം, നിങ്ങളുടെ ഇടപെടലുകൾ മൂലം എന്ത് ചെയ്യരുത്? ഈ കൊച്ച് ഒരു മോശം പൈതലായിട്ട്, കൊള്ളരുതാത്ത പൈതലായിട്ട്, ദുസ്വഭാവമുള്ള ഒരാളായിട്ട് മാറരുത്. അതിന് നിങ്ങൾ കരുതിക്കൊള്ളണം. പിന്നെ ഈ കൊച്ചിനെ കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കണം. ഏതാ കർത്താവിൻ്റെ പ്രാർത്ഥന? ഏതാ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനുള്ള പ്രാർത്ഥന ഈ കൊച്ചിനെ പഠിപ്പിക്കണം. അറിയാമോ? കർത്താവിൻ്റെ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിൻ്റെ പ്രാർത്ഥന അറിയത്തില്ലാത്തവരൊന്ന് വഹിക്കേ, അറിയാവുന്നവരൊന്ന് വഹിക്കേ. ഓക്കെ, ഇങ്ങനെ കഴിപ്പിക്കുക എത്ര അർത്ഥം? കുറച്ചറിയാവുന്നു. ഓക്കെ. ഈ കൊച്ചിനെ എന്ത് പഠിപ്പിക്കണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനെ കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കണം. ഈ കൊച്ചിനെ 10 കൽപ്പന പഠിപ്പിക്കണം. ഈ കൊച്ചിനെ എന്ത് ചെയ്യണം? 10 കൽപ്പന പഠിപ്പിക്കണം. മുമ്പ് എന്നാൽ ചോദിച്ചതാണ് 10 കൽപ്പന. നിങ്ങൾ പലർക്കും 10 കൽപ്പന മുഴുവൻ അറിയാം, എന്നാൽ ചിലർക്ക് എന്ത് ചെയ്യത്തില്ല? 10 അറിയത്തില്ല അല്ലേ. 10 കൽപ്പന പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ, പഠിപ്പിച്ചോളാമെന്ന് പറഞ്ഞാൽ എന്ത് കൊണ്ടുപോയത് കേട്ടോ, നിങ്ങളെ കൊണ്ടുപോയത്. ഓക്കെ. പിന്നെ വിശ്വാസ പ്രമാണം പഠിപ്പിക്കണം. എത്ര വിശ്വാസ പ്രമാണമുണ്ട് നമുക്ക്? എത്ര? 3. ഏതെല്ലാം? അപ്പോസ്തല വിശ്വാസ പ്രമാണം, നിക്ക വിശ്വാസ പ്രമാണം, അത്താനോസിൻ്റെ വിശ്വാസ പ്രമാണം. എത്ര എണ്ണം നിങ്ങൾക്കറിയാം? സാധാരണ എത്ര എണ്ണം പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്? 2 എണ്ണം. ഏതെല്ലാം? അപ്പോസ്തല വിശ്വാസ പ്രമാണവും നിക്ക വിശ്വാസ പ്രമാണവും. ഓക്കെ. ഈ 2 വിശ്വാസ പ്രമാണം അറിയാവുന്നവർ കൈവക്കിക്കേ. അപ്പോസ്തല വിശ്വാസ പ്രമാണവും നിക്ക വിശ്വാസ പ്രമാണവും കാണാതെ എല്ലാം അറിയാവുന്നവർ കൈവക്കിക്കേ. 1, 2, 3, 3.5 പേർക്കറിയാം. പിന്നെ വിശ്വാസ പ്രമാണം, കർത്താവിൻ്റെ പ്രാർത്ഥന, 10 കൽപ്പന, വിശ്വാസ പ്രമാണം. പിന്നെ ഒരു ക്രിസ്ത്യാനി തൻ്റെ ആത്മാവിൻ്റെ സൗഖ്യത്തിനായി അറിഞ്ഞ് വിശ്വസിക്കേണ്ടുന്ന സകല സംഗതികളും ഈ കൊച്ചിനെ പഠിപ്പിക്കാൻ നിങ്ങൾ കരുതിക്കൊള്ളണം. ഇവയെ പഠിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ഈ പൈതലിനെ സ്ഥിരീകരിക്കാനായിട്ട് എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുചെല്ലാൻ നിങ്ങൾ കരുതിക്കൊള്ളണം. എപ്പിസ്കോപ്പ് ആരാ? എപ്പിസ്കോപ്പ് ആരാ അറിയാമോ? ബിഷപ്പിൻ്റെ വേറൊരു പേരാണ് എപ്പിസ്കോപ്പ അല്ലേ. നമ്മളൊക്കെ എപ്പിസ്കോപ്പൽ ചർച്ചസാണ് അല്ലേ. എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുചെല്ലാനും കരുതിക്കൊള്ളണം. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനും പഠിപ്പിക്കാനും നിങ്ങൾ ബദ്ധസ്ഥരായിരിക്കുമോ എന്ന് നിങ്ങളുടെ പേരൻസിനോടും ജ്ഞാനമാതാക്കന്മാരും ചോദിച്ചു. അവർ പറഞ്ഞു, ആ കാര്യം ഞങ്ങൾ ഏറ്റു, കൊണ്ടിക്കൊള്ളാൻ പറഞ്ഞു. എത്ര വർഷം മുമ്പാ? അല്ല, എത്ര വർഷം മുമ്പാ? 14 വർഷം മുമ്പ്.
കൊണ്ടുവന്നിരിക്കുക. 14 വർഷം കഴിഞ്ഞു അല്ലേ? 14 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? എപ്പിസ്കോപ്പയുടെ അടുത്ത് കൊണ്ടുവരിക. എന്തിനു വേണ്ടിയാ? തിരികെപ്പാണ്. എന്നെല്ലാം ചെയ്തിട്ടുണ്ട്. കൊച്ചിനെ ഞങ്ങൾ നല്ലപോലെ വളർത്തിയിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 10 കൽപ്പന പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വിശ്വാസ പ്രമാണം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്രിസ്ത്യാനി, നല്ല ക്രിസ്ത്യാനി ജീവൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അല്ലേ? നേരാണോ? 14 വർഷം മുമ്പ് പ്രതിജ്ഞ എടുത്തുകൊണ്ട് പോയതാണ്. അന്ന് അവർ വേറെ കുറേ കാര്യങ്ങൾ എടുത്തായിരുന്നു. നിങ്ങൾ വീടി വലിക്കാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യത്തില്ല? അവർ ജീവിതകാലത്ത് വീടി വലിക്കത്തില്ല. അവർ പ്രതിജ്ഞ എടുത്തതാണ്. ഏതാ? നിങ്ങളൊരിക്കലും എന്ത് ചെയ്യരുത്? വീടി വലിക്കരുത്. അതുകൊണ്ട് അവരെന്നാ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി അവരെന്ത് ചെയ്തില്ല? അവരുടെ ജീവിതകാലത്ത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? വീടി വലിക്കത്തില്ല. നിങ്ങൾ കള്ളു കുടിക്കരുത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തില്ല? അവർ എന്നാ എടുത്തു തീരുമാനം? അവരുടെ ജീവിതകാലത്ത് ഒരിക്കലും അവർ കള്ളു കുടിക്കരുതെന്ന് ചോദിച്ചു. നിങ്ങൾ ഒരു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞു, ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾ ലഹരി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ജീവിതകാലത്ത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ലഹരി ഉപയോഗിക്കത്തില്ല. ഞങ്ങൾ യാതൊരു വിധമായ ചീത്ത വർത്താനം പറയത്തില്ല. കാരണം എന്താ? ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു ചീത്ത വർത്താനം പറഞ്ഞൊന്നും കേൾപ്പിക്കരുത്, മോശം കേൾപ്പിക്കരുത്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തില്ല? ഒരു ചീത്ത വർത്തമാനോ ഒരു അരുതാത്ത വാക്കോ ഞങ്ങളുടെ വായിന്ന് വരികയില്ല. ഞങ്ങൾ അവർക്ക് ഏറ്റവും നല്ല മാതൃകയായിട്ട് ജീവിക്കും. അങ്ങനെയും പറഞ്ഞ് എന്ത് ചെയ്തു? പോയി ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലേ? മാതാപിതാക്കന്മാരും എല്ലാവരും എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ലെന്നാണ് നിങ്ങൾ കൈപൊക്കിയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ മാതാപിതാക്കന്മാരും എന്ത് ചെയ്തിട്ടില്ല? പല കാരണങ്ങൾ ഇവിടെ വരാൻ പറ്റിയില്ലായിരിക്കാം. ഞാൻ ആ മാതാപിതാക്കന്മാരുടെ കാര്യം പറയുകയും വേണ്ട. 4, 3, 7 പോലും എന്ത് ചെയ്തിട്ടില്ല? അവരിവിടെ എത്തിയില്ല അല്ലേ? 20 പേർക്ക് 60 പേര് വേണ്ടതാണ് ന്യായമായിട്ട്. പോട്ടെ, 10 വിട്ടേക്കാം, 50 പേരെങ്കിലും കാണേണ്ടതാണ് അല്ലേ? ഇനി അറിയാതെ ആരെങ്കിലും വന്നോന്നറിയത്തില്ല. നമുക്കറിയത്തില്ല ആരാണ് ഇവരുടെ ജ്ഞാനപിതാക്കന്മാർ അല്ലേ? നമ്മൾ സഭാമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവത്തിന് എന്തെല്ലാം കാര്യങ്ങൾ പ്രതിജ്ഞ എടുത്തിട്ട് പോകുന്നു. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരെന്ത് ചെയ്യരുത്? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിൽക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കുഞ്ഞുങ്ങളെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് ഏറ്റുകൊണ്ട് പോയാൽ അത് നിങ്ങൾ ദൈവസേനയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ചെയ്യാതിരുന്നാൽ കുഴപ്പമില്ല, അത് ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾ പോയിരിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ പലരെയും നിങ്ങൾ എന്ത് ചെയ്തില്ല? ഈ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ശ്രദ്ധിച്ചില്ല. കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കാൻ ശ്രദ്ധിച്ചില്ല. പേരൻസ് കൽപ്പന പഠിപ്പിക്കാൻ എന്ത് ചെയ്തില്ല? ശ്രദ്ധിച്ചില്ല. വിശ്വാസ പ്രമാണം പഠിപ്പിക്കാൻ എന്ത് ചെയ്തില്ല? ശ്രദ്ധിച്ചില്ല. ഇത് മൂന്നും വേറെ പ്രത്യേകമായിട്ടുള്ള പരിശീലനത്തിൻ്റെ ആവശ്യമില്ലാതെ ഒരു കുഞ്ഞ് പഠിക്കുന്നതാണ്. കർത്താവിൻ്റെ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്നത് നമ്മൾ ചൊല്ലുന്നത് കുഞ്ഞുങ്ങൾ കേട്ട് പഠിക്കണം അല്ലേ? കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലാറുണ്ടോ? ഒരു ദിവസം എത്ര തവണ കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലും? 2 തവണ ചൊല്ലുന്നതിന് കേൾപ്പിക്കും ഒരു ദിവസം. എന്നൊന്നും പറയണ്ട, ഒരാഴ്ച ചോദിക്കാൻ കുറേ കൂടെ എളുപ്പം അല്ലേ? ഒരാഴ്ചയിൽ 7 തവണ കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നവരെ കേൾപ്പിക്കുക. ഓക്കെ, ഏതാണ്ട് എവിടെയാണ് ചൊല്ലുന്നത്? എവിടെയായിരിക്കും ചൊല്ലുന്നത്? പള്ളി വന്ന് ചൊല്ലുവാണോ? പിന്നെ എവിടെ? വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് കാര്യമില്ല. അവരെ കൽപ്പന പഠിപ്പിക്കണം. ഏതെല്ലാം? പെൺകുട്ടികൾ പറയേണ്ട, ആൺകുട്ടികളെന്ന് പറഞ്ഞേ ഏതെല്ലാം? ബപ്തിസ്മയും കർത്താവിന് പ്രാർത്ഥന. ഓക്കെ, നമ്മുടെ സഭ ഏത് വർഷത്തിലാണ് രൂപീകൃതമായത്? CSI സഭ രൂപീകൃതമായത് 1947. ഓക്കെ, അതിന് മുമ്പ് നമ്മുടെ സഭ ഏതായിരുന്നു? ഇത് 68ാമത്തെ അല്ലേ? അപ്പോൾ സഭ രൂപീകൃതമായിട്ട് എത്ര വർഷമായി കാണും? 47 ആണെങ്കിൽ 77 വർഷമായി അല്ലേ? 77 വർഷം. ഓക്കെ, അതിന് മുമ്പ് 77 വർഷം മുമ്പ് എന്തായിരുന്നു നമ്മുടെ സഭകൾ? നമ്മുടെ സഭയും മറ്റ് സഭകളും തമ്മിലുള്ള വ്യത്യാസമുണ്ടോ? കേട്ടോ? നമ്മുടെ സഭ ഒരു ഐക്യസഭയാണ്. എന്നാ സഭയാ? ഐക്യസഭയാണ്, അല്ലെങ്കിൽ ഒന്നായി തീർന്ന സഭയാണ്. നമ്മുടെ സഭ ഒന്നായി തീർന്ന സഭയാണ്. ഏതെല്ലാം സഭകൾ ഒന്നായി തീർന്നത്? ഏതെല്ലാം പാരമ്പര്യങ്ങളാണ് അറിയാമോ? എന്തെങ്കിലും ഐഡിയ? ആംഗ്ലിക്കൻ, മെഡിക്കി, പ്രസ്ബിറ്റേറിയൻ, കോൺഗ്രിഗേഷൻ, മെത്തഡിസ്റ്റ്. മെഡിക്കി. അവൾ നല്ലപോലെ പറഞ്ഞു.
എപ്പിസ്കോപ്പൽ അല്ലെങ്കിൽ ആംഗ്ലിക്കൻ, പ്രസ്ബിറ്റേറിയൻ, കോൺഗ്രിഗേഷൻ, മെത്തഡിസ്റ്റ് 4 സഭാ പാരമ്പര്യങ്ങൾ. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ബിഷപ്പന്മാരുള്ള സഭകളും ബിഷപ്പന്മാരില്ലാത്ത സഭകളും, അച്ഛന്മാരുള്ള സഭകളും അച്ഛന്മാരില്ലാത്ത സഭകളും, അങ്ങനെ വ്യത്യസ്തമായ 4 പാരമ്പര്യങ്ങളിൽ നിന്ന് 1947 സെപ്റ്റംബർ മാസം 27 എന്ത് ചെയ്തു? അതിനു മുമ്പ് നീണ്ട 16 വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമായി, സഭാപിതാക്കന്മാർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇങ്ങനെ ഒരു ഐക്യസഭ രൂപീകൃതമായി. വ്യത്യസ്തമായ 4 പാരമ്പര്യങ്ങളിൽപ്പെട്ട ആളുകളാണ് നമ്മുടെ സഭയിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നായി തീർന്ന സഭയാണ്, ഒറ്റ സഭയല്ല, ഒന്നായി തീർന്ന സഭയാണ്. ഇതിനകത്ത് വ്യത്യസ്തമായ ആളുകളുണ്ട്, വ്യത്യസ്തമായ ഭാഷകളുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്, വിശ്വാസ ആചാരങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. അവരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നതാണ് നമ്മുടെ ഐക്യസഭ എന്ന് പറയുന്നത്, CSI സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവിനെ സാക്ഷിപ്പാൻ, സുവിശേഷീകരിപ്പാൻ, സുവിശേഷത്തിനുവേണ്ടി നിൽപ്പാൻ, യേശുവിൻ്റെ ധീരസാക്ഷിയായിട്ട് നിൽപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ചേർന്ന് നിൽക്കാൻ പറ്റിയ ഒരേ ഒരു സഭ ഏത് സഭയാണ്? നമ്മുടെ ഈ സഭയാണ്, ഐക്യസഭയാണ്, CSI സഭയാണ്. മറ്റതെല്ലാം ഓരോരോ സഭ, ഒറ്റ സഭകളെന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ. റോമൻ കാത്തലിക് എന്ന് പറഞ്ഞാൽ അത് ഒറ്റ സഭയാണ്. അതുപോലെ തന്നെ മാർത്തോമാ സിറിയൻ ചർച്ച് എന്ന് പറഞ്ഞാൽ ഒറ്റ സഭയാണ്. പിന്നെ ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ അത് ഒറ്റ സഭയാണ്. അതുപോലെ ഓരോ സഭ, കനാനായ സഭ എന്ന് പറഞ്ഞാൽ ഒറ്റ സഭയാണ് അല്ലേ. പക്ഷേ ഈ എല്ലാ സഭകളിൽ പെട്ടതും പെടാത്തതുമായ ആളുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ സഭയിൽ ഉള്ളത്. അതാണ് ഒന്നായി തീർന്ന സഭ എന്ന് പറയുന്നത്. വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്നത്, വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർ എല്ലാവരും ചേർന്ന് കർത്താവിൻ്റെ മഹാപൗരത്വ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ പിതാവേ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ആരെ? യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവർക്ക് ചേർന്ന് നിൽക്കാൻ പറ്റിയ ഒരേ ഒരു സഭ എന്ന് പറയുന്നത് നമ്മുടെ സഭയാണ്, CSI സഭയാണ്. ഓക്കെ. സ്ത്രീഗണത്തിൽ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്ന് എന്ന് പറയും, നമ്മൾ അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ശ്രദ്ധയോടെ എന്ത് ചെയ്യണം, ഉത്തരം പറയണം. ചിലത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ചിലത് നിങ്ങൾ സ്വീകരിക്കുകയാണ് ചിലത് ചെയ്യുന്നത്, ചിലത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്, ചിലത് ചെയ്യാമെന്ന് സമ്മതിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതെല്ലാം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിന് വ്യക്തമായ ഉത്തരങ്ങൾ പറയുക. അതിനാണ് ദൈവം നിങ്ങളെ സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യട്ടെ. വാക്യം ഒന്നുകൂടെ പറഞ്ഞേ. ആദ്യം പറഞ്ഞ വാക്യം യോഹന്നാൻ 14:15. ഏതാ? അയ്യോ, ചോറൊക്കെ പറയാം, ചോറൊക്കെ പറഞ്ഞേ. ഞാൻ വിളമ്പുമ്പോൾ അവരോട് പറഞ്ഞേക്കാം 2 തവി ചോറ് കൂടുതലിട്ടാക്കാൻ പറഞ്ഞേക്കാം. അച്ഛനൊക്കെ പറയും. പറയൂ. നിങ്ങളെന്നെ കൽപ്പനക്കാതെ അങ്ങനെയൊക്കെ നിങ്ങൾ ചുണയില്ലാതെ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്നെ ചെയ്യും. ഇച്ചിരി ഉറക്കെ പറഞ്ഞേ. അങ്ങനെ ഇച്ചിരി ഉറക്കെ പറ. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും പറഞ്ഞേ. റെഫറൻസ് പറഞ്ഞേ. 14:15 ഓർത്തിരിക്കാൻ നല്ല എളുപ്പം അല്ലേ. യോഹന്നാൻ 14:15. യോഹന്നാൻ 14:15. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കൽപ്പന കാക്കുക എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? കൽപ്പന അനുസരിക്കാൻ. കൽപ്പന അനുസരിക്കാൻ എന്നർത്ഥം. കൽപ്പന അനുസരിക്കാൻ എന്ത് ചെയ്യണം? കൽപ്പന ഏതാണെന്നറിയണം അല്ലേ. കൽപ്പന ഏതാണെന്നറിയണം അല്ലെ. കൽപ്പന പഠിക്കണം. കൽപ്പന പഠിക്കാൻ എന്ത് ചെയ്യണം? കൽപ്പന വായിച്ച് പഠിക്കുക. എവിടെയാണ് കൽപ്പന എഴുതിയിരിക്കുന്നത്? വേദവസ്തുവിൽ എവിടെയാ? പുറപ്പാട് 20-ാം അധ്യായം അതല്ലേ. അല്ലാതെ എവിടെ എഴുതിയിരിക്കുന്നത്? ആവർത്തന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അല്ലേ. ഓക്കെ. നിങ്ങൾ വായിക്കേണ്ടത് 1 കൽപ്പനകൾ എന്ത് ചെയ്യുക? അത് വായിക്കുക. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? അത് വായിച്ച് നോക്കുക. കർത്താവിൻ്റെ പർവ്വത പ്രസംഗം എന്ത് ചെയ്യണം? വായിക്കണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ശേഷം 5, 6, 7 അധ്യായങ്ങൾ. അത് കൽപ്പനയുടെ ഒരു വിശദീകരണമാണ്, യേശു പറഞ്ഞ കാര്യങ്ങളാണ്. അത് വായിക്കുക. നമ്മുടെ കൽപ്പനകളനുസരിച്ച് ജീവിക്കാൻ ഉത്സാഹിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിന് നമ്മെ സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുന്നവരാണ്. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവം സകല ബഹുമാനം മഹത്വവും കാലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.